എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, നമ്മളെല്ലാവരും തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നോമിനേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നോമിനേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട അവരുടേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എടുക്കാതെ അത് മറ്റൊരു പലരെയൊക്കെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി തന്നെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ സ്ഥാനാർത്ഥിയുടെ കൃത്യമായിട്ടുള്ള ഒരു ചെക്കിങ്ങും അതുപോലെ സ്ഥാനാർത്ഥിയുടെ കൃത്യമായിട്ടുള്ള ഒരു വെരിഫിക്കേഷനും ഒക്കെ തന്നെ എത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ടയും ഒരു സംഗതിയാണ് നോമിനേഷൻ ഫില്ലിംഗ് എന്ന് പറയുന്ന സംഗതി. ആ നോമിനേഷൻ ഫില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ഒരു നോമിനേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഗ്രാമപഞ്ചായത്ത്, ഒന്ന് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഈ 3 തലങ്ങളിലാണ് ഇവിടെ നോമിനേഷൻ നമുക്ക് ഫയൽ ചെയ്യാനുള്ളത്. അതിൽ ടൗൺ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇതിന് ഒരു സെറ്റ് നോമിനേഷനും, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ ജില്ലാ പഞ്ചായത്ത്, അതിന് ഒരു സെറ്റ് നോമിനേഷൻ. അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ നോമിനേഷൻ ഇറക്കിയിരിക്കുന്നത്. അതിൽ രണ്ടിലും തന്നെ അഫിഡവിറ്റിലും അതുപോലെ തന്നെ നോമിനേഷൻ പേപ്പറിലും അതിൻ്റെ ഹെഡ്ലൈനിൽ മാത്രമുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി 2 നോമിനേഷനും ഒക്കെ തന്നെ അതിൻ്റെ നോമിനേഷൻ എന്താണോ നോമിനേഷൻ്റെ അകത്ത് വരുന്ന സംഗതികൾ, ആ സംഗതികളെല്ലാം തന്നെ ഗ്രാമപഞ്ചായത്തിനായാലും ബ്ലോക്ക് പഞ്ചായത്തിനായാലും അതുപോലെ ജില്ലാ പഞ്ചായത്തിനായാലും മുനിസിപ്പൽ കൗൺസിലിനായാലും മുനിസിപ്പൽ കോർപ്പറേഷനായാലും ഒന്ന് തന്നെയാണ്. 2 സെറ്റാണ്. ഒന്ന് ഫാറം 2 എന്ന് പറയുന്ന നാമനിർദ്ദേശ പത്രികയും അതുപോലെ തന്നെ ഫാറം 2A എന്ന് പറയുന്നത് ഓരോ സ്ഥാനാർത്ഥികളും അവർ കൊടുക്കേണ്ട സത്യവാങ്മൂലമാണ് ഒരു നോമിനേഷനെ സംബന്ധിച്ചുള്ള 2 സംഗതികൾ. ഫോറം 2ഉം ഫോറം 2A എന്ന് പറയുന്നത്. ഫോറം 2A, 2Aയിൽ 2ൽ വരുന്നത് നാമനിർദ്ദേശ പത്രികയാണ് ഫോറം 2. അതിൽ ആദ്യത്തെ കോളം ഡാഷ് ടൗൺ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ. നമുക്കതിൻ്റെ ഒരു മാതൃക എന്നുള്ള രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മത്സരിക്കുന്നതാണെങ്കിൽ ആ ഡാഷ് മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ. അതിൽ ടൗൺ പഞ്ചായത്തും അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിലും ബാധകമല്ലാത്തത് നമ്മൾ വെട്ടിക്കളയണം. അതിന് തൊട്ട് താഴെ ഡാഷ് നമ്പർ വാർഡിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ്. ഇന്നിപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഓഫീസ് ഇരിക്കുന്ന വാർഡാണ്, അല്ലെങ്കിൽ തമ്പാനൂർ വാർഡാണ്, അല്ലെങ്കിൽ പുന്നമംഗലം വാർഡാണ്. അത് ഏത് വാർഡാണെങ്കിലും ആ വാർഡിൻ്റെ നമ്പർ, തിരുവനന്തപുരത്ത് 101 വാർഡുകളുണ്ട്. ആ 101 വാർഡിൽ ഏത് നമ്പറാണ് അത് വരുന്നത്, ആ വാർഡിൻ്റെ നമ്പർ, ഡാഷ് നമ്പർ വാർഡിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ്. തൊട്ട് താഴെ ഒന്നാമത്തേതായിട്ട് മുനിസിപ്പാലിറ്റിയുടെ പേര്, അത് ഏതാണ് ആ മുനിസിപ്പാലിറ്റി വരുന്നത് അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ വരുന്നത്, ആ കോർപ്പറേഷൻ്റെ പേരാണ്. അത് തിരുവനന്തപുരം. വാർഡിൻ്റെ പേരും നമ്പരും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊന്നുമംഗലം എന്ന് പറയുന്ന വാർഡാണെങ്കിൽ ആ പൊന്നുമംഗലം എന്ന് പറയുന്ന വാർഡിൻ്റെ പേര്, അതിനുശേഷം ആ വാർഡിൽ 101ൽ എത്രാമത്തെ നമ്പറാണ് പൊന്നുമംഗലം വരുന്നത്, അതാണ് അതിൻ്റെ നമ്പരായിട്ട് വരുന്നത്. സ്ഥാനാർത്ഥിയുടെ പൂർണ്ണമായ പേര്, അതായത് നമ്മുടെ ഇലക്ഷനിലുള്ള നമ്മുടെ വോട്ടർ പട്ടികയിലുള്ള സ്ഥാനാർത്ഥിയുടെ പൂർണ്ണമായിട്ടുള്ള പേരാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. സ്ഥാനാർത്ഥിയുടെ പൂർണ്ണമായ പേരിൽ 3ാമത്തെ കോളത്തിൽ സ്ഥാനാർത്ഥിയുടെ പൂർണ്ണമായ പേര്, പുരുഷനോ സ്ത്രീയോ ട്രാൻസ്ജെൻഡറോ, അതിൽ ഏതാണ്, പുരുഷനാണെങ്കിൽ പുരുഷൻ, സ്ത്രീയാണെങ്കിൽ സ്ത്രീ എന്നുള്ള കാര്യം. വോട്ടർ പട്ടികയിലുള്ള സ്ഥാനാർത്ഥിയുടെ നമ്പരും വാർഡും മുനിസിപ്പാലിറ്റിയും സംബന്ധിച്ചുള്ള വിവരങ്ങൾ. വോട്ടർ പട്ടികയിൽ നമ്മുടെ എത്രയാണോ ക്രമനമ്പർ വരുന്നത് ആ ക്രമനമ്പർ, അതുപോലെ തന്നെ നമ്മൾ ഏത് വാർഡിലാണോ നമ്മുടെ വോട്ട് വരുന്നത് ആ വാർഡിൻ്റെ നമ്പർ, നമ്മുടെ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. വയസ്സ്, എത്ര വയസ്സാണ് നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ടുള്ളതായത്, ആ വയസ്സ് സംബന്ധിച്ചുള്ളതാണ് അടുത്ത തപാൽ മേൽവിലാസം, നമ്മുടെ കൃത്യമായിട്ടുള്ള മേൽവിലാസമാണ് തപാൽ മേൽവിലാസം 7ാമതായിട്ട് കൊടുക്കേണ്ടത്. അടുത്ത നാമനിർദ്ദേശകൻ്റെ പേര്, നമ്മൾ ഏത് വാർഡിലാണ് മത്സരിക്കുന്നത് ആ വാർഡിലുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ നാമനിർദ്ദേശകനായിട്ട് വരേണ്ടത്. ഒരൊറ്റ വ്യക്തി മതി. ആ വ്യക്തിയുടെ അതാണ് നാമനിർദ്ദേശകൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. വോട്ടർ പട്ടികയിലെ നാമനിർദ്ദേശകൻ്റെ നമ്പരും വാർഡും, ആ വ്യക്തിക്ക് നമുക്കാരാണോ നാമനിർദ്ദേശം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വോട്ടർ പട്ടികയിലെ നാമനിർദ്ദേശകൻ്റെ പൂർണ്ണമായിട്ടുള്ള നമ്പരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്രമനമ്പർ, വോട്ടർ പട്ടികയിലെ ക്രമനമ്പരും അദ്ദേഹം ഉൾപ്പെടുന്ന വാർഡും അതുപോലെ മുനിസിപ്പാലിറ്റിയും. നമുക്കറിയാം
അത് ഏത് വാർഡിലാണോ മത്സരിക്കുന്നത് ആ വാർഡിലെ ഒരു വോട്ടറായിരിക്കണം നമ്മളെ നാമനിർദ്ദേശം ചെയ്യേണ്ട വ്യക്തി. അതുപോലെ 10ാമത്, സ്ഥാനാർത്ഥിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്ന് നമ്മൾ കൃത്യമായിട്ട് എഴുതണം. ബ്രാക്കറ്റിൽ BJP, ഭാരതീയ ജനതാ പാർട്ടി, ബ്രാക്കറ്റിൽ BJP. ചിഹ്നങ്ങൾ മുൻഗണനാക്രമത്തിൽ 11. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ചിഹ്നം താമര എന്നുള്ളതാണ്. ബാക്കി 1, 2, 3 എന്നുള്ള ചിഹ്നങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് നമ്മളെ സംബന്ധിച്ചുള്ളതല്ല. അത് ഇൻഡിപെൻഡൻ്റ് കാൻഡിഡേറ്റ്, സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ളതാണ്. അത് 1, 2, 3 എന്ന് പറയുന്നത്. നാമനിർദ്ദേശകൻ്റെ പ്രഖ്യാപനം, അത് നമ്മൾക്ക് ആരാണോ നാമനിർദ്ദേശം ചെയ്യുന്നത് ആ വ്യക്തിയാണ് പ്രഖ്യാപനം നടത്തേണ്ടത്. ഏത് ടൗൺ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ ഡാഷ് വാർഡിലെ വോട്ടർ പട്ടിക. ഇപ്പോൾ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മണക്കാട് വാർഡിലെ വോട്ടർ പട്ടികയിലെ ഡാഷ് നമ്പർ സമ്മതിദായകനായ ഞാൻ ഈ നാമനിർദ്ദേശക പത്രികയിൽ പറയുന്ന സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യുന്നു. നാമനിർദ്ദേശകൻ്റെ ഒപ്പ്, പേര്. അങ്ങനെയാണ് ഇതിൻ്റെ നാമനിർദ്ദേശ പത്രികയിലെ ആദ്യത്തെ നമ്മുടെ പേജ് നമ്മൾ പൂർത്തീകരിക്കുന്നു. അടുത്ത് നമ്മൾ പോകുന്നത് 2ാമത്തെ പേജിലോട്ടാണ്. അതിനകത്ത് സ്ഥാനാർത്ഥിയുടെ സത്യപ്രതിജ്ഞയാണ്. ഇതിൽ പറയുന്ന സ്ഥാനാർത്ഥി ഞാനാണെന്നും തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ എനിക്ക് സമ്മതമാണെന്നും ഡാഷ് എന്ന ഞാൻ ആരാണോ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയുടെ പേരാണ് അവിടെ വരേണ്ടത്. ഞാൻ ഇതിനാൽ സത്യപ്രസ്താവന ചെയ്യുന്നു. ഉത്തമമായ എൻ്റെ അറിവിലും വിശ്വാസത്തിലും പെട്ടിടത്തോളം മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനം നികത്താൻ ഞാൻ യോഗ്യനാണെന്നും മേൽപ്പടി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പിൽ എടുക്കപ്പെടുന്നതിൽ നിന്നും അയോഗ്യനാക്കിയിട്ടില്ലെന്നും ഞാൻ സത്യപ്രസ്താവന ചെയ്യുന്നു. അവിടെ ആരാണോ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയുടെ ഒപ്പാണ് വരേണ്ടത്. അടുത്ത ഭാഗം പട്ടികജാതി വർഗക്കാർക്കായി സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഡാഷ് നമ്പർ വാർഡിലെ, അത് തീർച്ചയായിട്ടും നമുക്ക് അറിയാം. അത് ആരാണോ സംവരണ വാർഡുകളുണ്ട്, എല്ലാ 10% സംവരണ വാർഡുകളുണ്ട്. ആ സംവരണ വാർഡിൽ നിയോഗിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾക്കുള്ളതാണ്. ഡാഷ് നമ്പർ വാർഡിലെ സ്ഥാനാർത്ഥി നൽകേണ്ട പ്രഖ്യാപനമാണ് ഡാഷ് മതത്തിൽപ്പെട്ട, ഹിന്ദു മതത്തിൽപ്പെട്ട ഡാഷ് സമുദായത്തിലെ, അത് SCയിലെ ഏത് സമുദായമാണ് ആ സമുദായത്തിൽപ്പെട്ട ഒരംഗമാണ് ഞാനെന്നും ആയതിനാൽ പട്ടികജാതി ഗോത്രവർഗത്തിലെ ഒരംഗമാണെന്നും ഡാഷ് എന്ന് ഞാൻ ഇതിനാൽ സത്യപ്രസ്താവന ചെയ്യുന്നു. അവിടെയും സ്ഥാനാർത്ഥിയുടെ ഒപ്പാണ് വരേണ്ടത്. ഇത് ജനറൽ കാറ്റഗറിയിലെ സ്ഥാനാർത്ഥികൾക്ക് അവിടെ വെട്ടിക്കളഞ്ഞ് ബാധകമല്ല എന്നാണ് കൃത്യമായിട്ട് അവിടെ എഴുതേണ്ടത്. അടുത്ത് വരണാധികാരി പൂരിപ്പിക്കേണ്ടതാണ്. നമ്മുടെ നോമിനേഷൻ കിട്ടിയതിന് ശേഷം വരണാധികാരി പൂരിപ്പിക്കേണ്ട ഭാഗമാണ്. അവിടെ നമ്മൾ യാതൊന്നും തന്നെ ചെയ്യേണ്ട. അടുത്ത നാമനിർദ്ദേശക പത്രിക സ്വീകരിച്ചിട്ടുണ്ടോ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ വരണാധികാരിയുടെ തീരുമാനമാണ്. ആ ഭാഗത്തും നമ്മളൊന്നും തന്നെ ചെയ്യേണ്ട. അടുത്ത് 3ാമത്തെ പേജാണ്. ആ 3ാമത്തെ പേജ് നാമനിർദ്ദേശക പത്രികയുടെ രസീതും അതുപോലെ സൂക്ഷ്മ പരിശോധനാ നോട്ടീസും. ഇത് നമ്മുടെ നാമനിർദ്ദേശ പത്രിക കൈപ്പറ്റിയതിന് ശേഷം വരണാധികാരി ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് സൂക്ഷ്മ പരിശോധന നടക്കുന്നു, സ്ക്രൂട്ടണി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ റെസീപ്റ്റ് തരുന്ന ഭാഗമാണ് 3ാമത്തെ പത്രിക. ഇത്രയും ഭാഗമാകുമ്പോൾ നമ്മുടെ നോമിനേഷൻ്റെ ഭാഗം നമ്മൾ കഴിയുന്നു. അടുത്ത് വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതെന്ന് പറഞ്ഞാൽ ഫാറം 2A. ഈ ഒരു തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള നമ്മൾ കൊടുക്കുന്ന അഫിഡവിറ്റാണ് ഫാറം 2A. ഫോം 2A ഇടത് ഭാഗത്തായിട്ട് ആദ്യം സ്ഥാനാർത്ഥിയുടെ അടുത്ത കാലത്തായിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. അത് കളർ ഫോട്ടോയാണ്. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ടുള്ള കളർ ഫോട്ടോയാണ് നമ്മൾ ആദ്യം ഒട്ടിക്കേണ്ടത്. അതിനുശേഷം ഡാഷ് ടൗൺ പഞ്ചായത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനുള്ള സ്ഥാനാർത്ഥികളാണെങ്കിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡാഷ് നമ്പർ വാർഡിലെ ഡാഷ് വാർഡിൻ്റെ നമ്പറാണ്. നമ്മുടെ വോട്ടർ പട്ടികയിലെ ഫ്രണ്ട് പേജിൽ വാർഡിൻ്റെ നമ്പറുണ്ട്. അടുത്ത് ആ വാർഡിൻ്റെ പേരാണ്, ഇന്ന വാർഡിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ്. മേൽപ്പറഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായ ഒരു സത്യപ്രസ്താവനയാണ്. ആദ്യം നമ്മുടെ നോമിനേഷൻ പേപ്പറിൽ നമ്മുടെ പേര് വരും, അതിനുശേഷമാണ് നമ്മുടെ അഡ്രസ്സ് വരുന്നതെങ്കിൽ സത്യപ്രസ്താവനയിൽ നമ്മൾ എഴുതുമ്പോൾ ആദ്യം ഇന്ന വീട്ടിൽ നിന്നുമുള്ള ഡാഷ് വീട്ടിൽ നിന്നുമുള്ള അതിനുശേഷം നമ്മുടെ പൂർണ്ണമായിട്ടുള്ള മേൽവിലാസമാണ്. ഇന്ന മേൽവിലാസത്തിലെ ഡാഷ് മകൻ, നമ്മുടെ പിതാവിൻ്റെ പേരോ മാതാവിൻ്റെ പേരോ, അതിനുശേഷം ഇത്ര വയസ്സുള്ള ഡാഷ് എന്ന് ഞാൻ നമ്മുടെ പേരാണ്, സ്ഥാനാർത്ഥിയുടെ പേരാണ് എഴുതേണ്ടത്. പറയുന്ന സംഗതികൾ സത്യം ചെയ്ത് ബോധിപ്പിക്കുന്നതാണ്. ഞാൻ ഡാഷ് എന്ന രാഷ്ട്രീയ കക്ഷിയുടെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ കക്ഷിയുടെ സ്ഥാനാർത്ഥിയാണ്. ഒന്നാമത്തെ കാര്യം, എൻ്റെ പേര്
ഡാഷ് ടൗൺ പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ പേര് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡാഷ് വാർഡിലെ വോട്ടർ പട്ടികയിലെ പാർട്ട് നമ്പർ ഇന്നതിൽ ക്രമ നമ്പർ ഡാഷായി ഉൾപ്പെട്ടിട്ടുണ്ട്. പാർട്ട് നമ്പരും കൃത്യമായിട്ടുള്ള ക്രമ നമ്പരും വോട്ടർ പട്ടികയിൽ തന്നെ ഉണ്ട്. എൻ്റെ ആധാർ നമ്പർ ഡാഷ് ആണ്, എൻ്റെ ടെലിഫോൺ നമ്പർ ഡാഷ് ആണ്, എൻ്റെ ഇമെയിൽ അക്കൗണ്ട് നമ്പർ ഇന്നതാണ്. 3, 4, 5 ആധാർ നമ്പർ, 4 ടെലിഫോൺ നമ്പർ, 5 ഇമെയിൽ അക്കൗണ്ട് നമ്പർ. 6 എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ താഴെ പറയുന്നതാണ്. അത് നമ്മുടെ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റഗ്രാം, അതുപോലെ വാട്സപ്പിൻ്റെ നമ്പർ ആണെങ്കിൽ വാട്സപ്പിൻ്റെ നമ്പർ ഫോം. എൻ്റെ വരുമാന നികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ള പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ ഡാഷ് ആണ്. 7 പാൻ നമ്പറിനെ കുറിച്ചുള്ളതാണ്. 8 കാര്യം വിചാരണയിലുള്ള കേസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ. കേസ് പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി കേസ് അങ്ങനെയുള്ള കേസ് സംബന്ധിച്ചുള്ള നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കേസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് എഴുതേണ്ടത്. എനിക്കെതിരെ ഒരു ക്രിമിനൽ കുറ്റത്തിനും കോടതി മുമ്പാകെ കേസ് വിചാരണയിലില്ല, അല്ലെങ്കിൽ എനിക്കെതിരെ വിചാരണയിലുള്ള കേസുകളുടെ വിവരമാണ് അവിടെ ഉള്ളത്. അതിനകത്ത് ബാധകം ഉള്ളത് മാത്രം നമ്മൾ പൂരിപ്പിക്കുക, അല്ലാത്തത് ബാധകം അല്ല എന്നുള്ളതാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഫോറം 2A 1ാമത്തെ പേജ്. ഫോറം 2A 2ാമത്തെ പേജ് ബന്ധപ്പെട്ട നിയമത്തിലെ ഏതെല്ലാം വകുപ്പുകൾ അനുസരിച്ചാണ് കേസിൽ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വഴിതടയൽ പോലുള്ള കേസുകളാണെങ്കിൽ അതിൻ്റെ 181 IPC അടക്കമുള്ള 183 IPC അടക്കമുള്ള വകുപ്പുകളാണ്. അത് ഇന്ന IPC എന്നുള്ള വകുപ്പാണ് ആ ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അവിടെ തന്നെ ഒരു കുറിപ്പ് കൃത്യമായിട്ട് നമ്മൾ വായിക്കേണ്ടതാണ്. എല്ലാ കോളങ്ങളും പൂരിപ്പിക്കേണ്ടതാണ്. ബാധകമല്ല എങ്കിൽ ആ വിവരം നൽകേണ്ടതാണ്. അതാണ് ഞാൻ പറയുന്നത്. ഒരു കോളം പോലും നമ്മൾ ഡ്യൂലി ഫിൽഡ് അല്ലാതിരിക്കാതെ ഡ്യൂലി ഫിൽഡ് ആകാതെ പോകരുത്. ബാധകം ആയിട്ടുള്ളത് നമ്മളത് പൂരിപ്പിക്കുക. അത് നമ്മളെ സംബന്ധിച്ച് കേസില്ലാത്ത വ്യക്തിയാണെങ്കിൽ ബാധകമല്ല എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുക. ഞാൻ ശിക്ഷിക്കപ്പെട്ട കേസുകളുടെ എണ്ണം അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട കേസുകളുടെ വിവരം അതിനെ സംബന്ധിച്ച് അതേതെങ്കിലും അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ജനപ്രാതിനിധ്യ നിയമത്തിൽ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് അവിടെ മത്സരിക്കാൻ വേണ്ടി വിലക്കുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ട കേസുകളുടെ വിവരം സംബന്ധിച്ച് അതിൽ കേസ് നമ്പറിൻ്റെ ഭാഗത്ത് ബാധകമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ 6 മാസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസുകളുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിവരം, ഏത് കോടതിയാണ്, കേസ് നമ്പർ ഏതാണ്, കോടതിയുടെ പേരും സ്ഥലവും, ഇന്ന കോടതിയുടെ പേരും സ്ഥലവും, ശിക്ഷിക്കപ്പെട്ട കുറ്റം സംബന്ധിച്ചുള്ള വിവരം, അവിടെ IPC സെക്ഷനാണ്, ബന്ധപ്പെട്ട നിയമത്തിലെ ഏതെല്ലാം വകുപ്പുകൾ അനുസരിച്ചാണ് ശിക്ഷ വിധിച്ചത്, അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, വിധിച്ചിട്ടുള്ള ശിക്ഷ എത്ര കാലയളവാണ്, 2 വർഷത്തിന് താഴെയുള്ള ഏതെങ്കിലും അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഇത്ര കാലയളവ്, ഏതെങ്കിലും അതുപോലെ 2 വർഷവും അതുപോലെ 2000 രൂപയുമാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ തീർച്ചയായിട്ടും ശിക്ഷയെ സംബന്ധിച്ച് പറയുന്നത്. ഇത്രയും ആവുമ്പോൾ നമ്മുടെ ഫോറം 2A 2ാമത്തെ പേജ് കഴിയുകയാണ്. അടുത്ത് ഫോറം 2A 3ാമത്തെ പേജ് ആണ്. അത് നമ്മുടെ ആസ്തിയെ സംബന്ധിച്ചുള്ള, ഞാൻ ഇതിനാൽ താഴെ കാണും പ്രകാരം എൻ്റെയും എൻ്റെ ഭാര്യ ഭർത്താവിൻ്റെയും ആശ്രിതരുടെയും സ്വത്തുക്കൾ, സ്ഥാവര ജംഗമ വസ്തുക്കൾ, ബാങ്ക് ബാലൻസ് മുതലായവ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കുന്നു. ആശ്രിതർ എന്ന് പറഞ്ഞാൽ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർ എന്നുള്ളതാണ്. ആ ആശ്രിതരുടെ മീനിങ് തീർച്ചയായിട്ടും ഭാര്യ, ഭർത്താവ്, അതുപോലെ കുഞ്ഞുങ്ങൾ എന്നുള്ള ഒരു പ്രിവ്യൂലാണ്. ചിലപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാതാവോ പിതാവോ ഒക്കെ തന്നെ നമ്മുടെ കൂടെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷേ അവർ ഒരു ആശ്രിതർ എന്നുള്ള രീതിയിൽ അതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. നമ്മളെ ആശ്രയിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രം നമ്മളൊരു ആശ്രിതരായിട്ട് നമ്മൾ പരിഗണിച്ചാൽ മതി. തീർച്ചയായിട്ടും നമ്മുടെയും അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ, അതുപോലെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അത് തീർച്ചയായിട്ടും നമ്മൾ വെളിപ്പെടുത്തണം. കയ്യിലുള്ള പണം സംബന്ധിച്ച് അതിലൊരു നോമിനലായിട്ടുള്ള 5000 രൂപയോ 3000 രൂപയോ 10000 രൂപയോ അത് നമുക്ക് തീർച്ചയായിട്ടും അവിടെ രേഖപ്പെടുത്താം. ആദ്യത്തെ കോളം സ്വന്തം, 2ാമത്തെ കോളം ഭാര്യ ഭർത്താവിൻ്റെ പേരിൽ, 3ാമത്തെ കോളം ആശ്രിതൻ 1, 2, 3. അവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളോ അവർക്കൊക്കെ അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബാധകമല്ല. ഓരോ കോളത്തിലും നമുക്ക് ബാധകമല്ലാത്തത് ബാധകമല്ല എന്നുള്ളത് തന്നെ എഴുതണം. ബാങ്കുകൾ, ബാങ്കിങ് ഇതര സ്ഥാപനങ്ങൾ, അവിടെ ഉള്ള നിക്ഷേപങ്ങളെ സംബന്ധിച്ചാണ്. അവിടെ നമുക്ക് പണമുണ്ട്, നിക്ഷേപമായിട്ട് പണമുണ്ടെങ്കിൽ അത് ഇത്ര നിക്ഷേപമുണ്ട് എന്നുള്ളത് അത് തീർച്ചയായിട്ടും ഉള്ള കാര്യം ഉള്ളതുപോലെ എഴുതാം. അത് കാരണം അത് എല്ലാവർക്കും തന്നെ പബ്ലിക് ഡൊമെയിനിൽ നിന്നും എടുക്കാവുന്നൊരു സംഗതിയാണ്. അത് നമുക്ക് കൃത്യമായിട്ട് എഴുതാം. അതിനകത്ത് ഒന്നും മറച്ചു വയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല.
അത് ഇല്ലാത്തതാണെങ്കിൽ അത് ബാധകമല്ല എന്നെഴുതാം. കമ്പനികളിലെ ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ, ഷെയറുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ആ ഭാഗത്ത് നമുക്ക് ബാധകം ഉള്ള സംഗതിയാണെങ്കിൽ ഇന്ന കമ്പനികളിൽ ഇന്ന മ്യൂച്വൽ ഫണ്ട് നിക്ഷേപമുണ്ട് എന്ന് നമുക്ക് എഴുതാം. ഇല്ലെങ്കിൽ ആ ഭാഗത്ത് ബാധകമല്ല എന്നെഴുതാം. നാഷണൽ സേവിങ്സ് സ്കീം, പോസ്റ്റൽ സേവിങ്സ് സ്കീം, LIC പോളിസികൾ തുടങ്ങിയ ആ പോളിസികളുടെ നമ്പർ എഴുതാം. അവിടെ എത്ര രൂപ ഉണ്ട് എന്നുള്ളത് നമുക്ക് എഴുതാം. അത് അങ്ങനെ പോളിസി ഇല്ലാത്തവരാണെങ്കിൽ അത് ബാധകമല്ല എന്നെഴുതാം. മോട്ടോർ വാഹനങ്ങൾ തുടങ്ങിയവയും മോഡൽ, രജിസ്ട്രേഷൻ നമ്പർ, വാങ്ങിയ വർഷം മുതലായവയും നമ്മുടെ പേരിൽ, സ്വന്തം പേരിലുള്ള വാഹനങ്ങൾ മാത്രമാണ് നമ്മളവിടെ രേഖപ്പെടുത്തേണ്ടത്. അത് ഇന്ന നമ്പർ, അതുപോലെ തന്നെ ഭാര്യയുടെ ആണെങ്കിൽ ഭാര്യയുടെ ഇന്ന നമ്പർ, അതിൻ്റെ നമ്പർ, വാങ്ങിയ വർഷം മുതൽ അതിൻ്റെ നിലവിലത്തെ മാർക്കറ്റ് വാല്യൂ. നമ്മളൊരു 10 വർഷം മുമ്പത്തുള്ള വാഹനത്തിൻ്റെ ചിലപ്പോൾ അതിൻ്റെ 1/3 ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ. അതുകൊണ്ട് അതിൻ്റെ നിലവിലത്തെ മാർക്കറ്റ് വാല്യൂ ആണ് അവിടെ ചേർക്കേണ്ടത്. അടുത്ത 6ാമത്തെ സംഗതി, ആഭരണങ്ങൾ, തൂക്കം, വില. നമ്മുടെ കൈവശമുള്ള ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ എത്രയുണ്ട്, അത് പബ്ലിക് ഡൊമൈനിലില്ലെങ്കിൽ പോലും പരമാവധി നമ്മുടെ ഒരു ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് വെളിപ്പെടുത്താവുന്ന കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തേണ്ടതാണ്. തീർച്ചയായിട്ടും ആഭരണങ്ങളെ സംബന്ധിച്ച് നമ്മളതവിടെ പറയണം. മറ്റാസ്തികൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ പുറമേയുള്ള വേറെ ഏതെങ്കിലും ആസ്തി നമുക്ക് ഉണ്ടെങ്കിൽ ആ ആസ്തികളെ സംബന്ധിച്ച് നമ്മൾ എഴുതേണ്ടതാണ് ആ ഭാഗം. ഈ 1 മുതൽ 7 വരെയുള്ള ആസ്തികളെ സംബന്ധിച്ച് അതിൻ്റെ ആകെ മൂല്യമാണ് 8ാമത്തെ കോളമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അത് നമ്മുടെ ഇത്ര മൂല്യമുണ്ട്, ഭാര്യ ഭർത്താവിൻ്റെ പേരിൽ ഇത്ര മൂല്യമുണ്ട് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. 4ാമത്തെ പേജ് 1, കാർഷിക ഭൂമി. നമ്മുടെ പേരിലുള്ള കാർഷിക ഭൂമിയെ സംബന്ധിച്ചുള്ളതാണ്. അത് സ്വന്തം ആയിട്ടുള്ള കാർഷിക ഭൂമി സംബന്ധിച്ച് അതിൻ്റെ 4 ചുറ്റുമുള്ള അതിരുകൾ, സർവേ നമ്പർ, വില്ലേജ്, വിസ്തീർണം, മാർക്കറ്റ് വില. അതാണ് ആദ്യത്തെ ഭാഗം. 2ാമത്തെ കാർഷികേതര ഭൂമി, നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം പോയിട്ട് മറ്റേതെങ്കിലും സ്ഥലം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് നമ്മുടെ പേരിലോ നമ്മുടെ പങ്കാളിയുടെ പേരിലോ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ളതാണ് കാർഷികേതര ഭൂമി. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. അവിടെയും തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശ്രിതർ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് 3 കോളമുണ്ട്. അവിടെ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവർ, അതായത് നമ്മുടെ കുഞ്ഞുങ്ങളോ ഒന്നുമില്ലെങ്കിൽ അവിടെ ബാധകമല്ല എന്നുള്ളതാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. 3ാമത്തെ കോളം, കെട്ടിടങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും വാസഗ്രഹങ്ങളും. നമുക്ക് സ്വന്തമായിട്ട് കടമുറികളോ കെട്ടിടങ്ങളോ അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന വീടോ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. അതിൻ്റെ സർവേ നമ്പർ, തറ വിസ്തീർണം, മാർക്കറ്റ് വില, പാരമ്പര്യ സ്വത്താണോ സ്വയാർജിത സ്വത്താണോ, ആർജിച്ച വർഷം, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. അടുത്ത 5ാം പേജിലെ 4ാമത്തതാണ്. അത് വീടുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിയവയെ സംബന്ധിച്ചാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വാസഗ്രഹമല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും തലത്തിലുള്ള വീടോ മറ്റ് അപ്പാർട്ട്മെൻറ്റുകളോ നമ്മുടെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ളതാണ്. സർവേ നമ്പർ, തറ വിസ്തീർണം, മാർക്കറ്റ് വാല്യൂ, പാരമ്പര്യ സ്വത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ വന്നതിന് ശേഷം ഈ കാർഷികേതര ഭൂമിയും അതുപോലെ തന്നെ നമ്മുടെ കൈവശമുള്ള കെട്ടിടത്തിനെ സംബന്ധിച്ചും കടമുറികളെ സംബന്ധിച്ചുമുള്ള വിവരങ്ങളാണ് വരേണ്ടത്. ഇതിൻ്റെ എല്ലാം ആസ്തി മൂല്യമാണ് അതിൽ 5ഉം 6ഉം കോളങ്ങളിലായിട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷമുള്ള 11ാമത്തെ കോളമാണ് വരുമാന സ്രോതസ്സിൻ്റെ വിശദ വിവരങ്ങൾ. അത് സ്ഥാനാർത്ഥിയുടെ വരുമാന സ്രോതസ്സ് എന്താണ്, നമ്മൾ ഏതെങ്കിലും തലത്തിലുള്ള തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തൊഴിലാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. ഭാര്യയുടെ തൊഴിലുണ്ടെങ്കിൽ ആ തൊഴിലാണ് രേഖപ്പെടുത്തേണ്ടത്. 12ാമത്തെ സംഗതി നമ്മുടെ കുടിശ്ശികയെ സംബന്ധിച്ചാണ്. ബാധ്യതകൾ, കുടിശ്ശികകളെ സംബന്ധിച്ചുള്ളതാണ്. അതിൽ നമ്മൾ ഒരു സ്ഥാനാർത്ഥിയായിരിക്കേണ്ട വ്യക്തി നമ്മുടെ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം, ഒരു തരത്തിലും സർക്കാർ തലത്തിലും അല്ലെങ്കിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ വരുന്ന ഒരു സംഗതിയിൽ നിന്നും നമ്മളൊരു ഡിഫോൾട്ടർ ആവാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഒരു ഡിഫോൾട്ടറായിട്ട് അതിനെ മറ്റൊരു വ്യക്തിക്ക് അതിൽ കുറിച്ചുള്ള ഒരു അറിവുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സ്ക്രൂട്ടണി സമയത്ത് അതൊരു ചലഞ്ചിങ് ഒരു കാര്യമായിട്ട് അദ്ദേഹത്തിന് ഉന്നയിക്കാവുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ഡിഫോൾട്ട് നമ്മൾ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതാണ് തീർച്ചയായിട്ടും ബാങ്കുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാരിലേക്ക് ടാക്സ്, അതുപോലെ തന്നെ സർചാർജ്, അതുപോലെ സ്വത്ത് നികുതി ഇനത്തിൽ യാതൊരു തരത്തിലുമുള്ള ഡിഫോൾട്ട് നമുക്ക് വരാൻ വേണ്ടി പാടില്ല. അത് അങ്ങനെ തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും അവിടെ രേഖപ്പെടുത്തണം. അങ്ങനെ അതൊന്നും ഇല്ല എങ്കിൽ ബാധകമല്ല എന്നുള്ളത് തന്നെ നമ്മളവിടെ രേഖപ്പെടുത്തണം. അടുത്ത് നമ്മുടെ ഫോറം 2A 6ാമത്തെ ഭാഗമാണ്. അത് GST നികുതി ഇനത്തിലുള്ള ഉടമസ്ഥാവകാശത്തിലെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. അവിടെയും
യാതൊരു തരത്തിലുള്ള കുടിശ്ശികയും നമ്മൾ വരുത്താൻ വേണ്ടി പാടില്ല. അങ്ങനെ GST നികുതിയൊക്കെ തന്നെ ഫയൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അത് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്പർ, GST നമ്പർ അടക്കമുള്ളവ നമ്മളിവിടെ രേഖപ്പെടുത്തണം. വസ്തുനികുതി ഇനത്തിൽ നമ്മൾ വസ്തുനികുതി ഇന്ന ദിവസം കരണ്ട് ഒടുക്കിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം വ്യക്തികൾക്ക്. അങ്ങനെ നേരത്തെ ആദ്യത്തെ കോളം 4-ാമത്തെ പേജിൽ ഫോറം 2A 4-ാമത്തെ പേജിൽ നമ്മുടെ ആസ്തിയെ സംബന്ധിച്ചാണ് ഇത്ര രൂപയുടെ ആസ്തി എന്നതാണ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 6-ാമത്തെ പേജിൽ നമ്മൾ 5ഉം 6ഉം പേജിൽ വരുന്നത് നമ്മുടെ ബാധ്യതകളെ സംബന്ധിച്ചാണ്. അതിനുശേഷം സർക്കാരുമായോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ കരാറിൻ്റെ എന്തെങ്കിലും അത് തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഒന്നും ബാധകമാവുന്ന സംഗതിയല്ല. ആ തരത്തിലുള്ള ഏതെങ്കിലും A കാറ്റഗറിയോ B കാറ്റഗറിയോ ആയിട്ടുള്ള കോൺട്രാക്റ്റ് വർക്കോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് മാത്രമാണ് അത് ബാധകമായിട്ടുള്ള സംഗതി. എൻ്റെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത 14-ാമത്തത്, എൻ്റെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത താഴെ പറയുന്നു. സ്കൂൾ, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വിശദാംശങ്ങൾ നൽകുക. SSLC തൊട്ട് നമ്മൾ ഏതൊക്കെ വിദ്യാഭ്യാസം വരെ നമ്മൾ നടത്തിയിട്ടുണ്ട്, അതുവരെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതാണ് എന്ന് നമ്മൾ പഠിച്ച സ്ഥലവും പഠിച്ച വർഷവും അതുപോലെ തന്നെ ഇന്ന പഠിച്ച കോഴ്സുകളും അത് കൃത്യമായിട്ടും തന്നെ രേഖപ്പെടുത്തണം. അത് 6-ാമത്തെ സംഗതിയാണ്. 14 അതുപോലെ 15 കേരള 1999 കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആക്ട് പ്രകാരം കൂറുമാറ്റത്തിന് അയോഗ്യത കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച വിവരങ്ങൾ അത് ബാധകമല്ല എന്ന് നമ്മൾ രേഖപ്പെടുത്തണം. ഏറ്റവും അവസാനമായിട്ടുള്ളൊരു പേജാണ് 7-ാമത്തെ പേജാണ്. മേൽ വിവരിച്ച വിശദാംശങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ള എന്ന് ഞാൻ ഇതിൽ ഉൾപ്പെട്ട എല്ലാ സംഗതികളും എൻ്റെ അറിവിലും വിശ്വാസത്തിലും പെട്ടിട്ടുള്ളിടത്തോളം ശരിയും സത്യവുമാകുന്നു. അതിലെ ഒരു ഭാഗവും തെറ്റല്ലെന്നും വസ്തുതാപരമായ യാതൊരു സംഗതികളും ഇതിൽ നിന്നും മറച്ചു വെച്ചിട്ടുള്ളതും ഇത് സാക്ഷ്യപ്പെടുത്തിയതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇത് മിക്കവാറും ഈ ഒപ്പിടേണ്ടത്, ബാക്കി നമുക്ക് പൂരിപ്പിക്കാം. ഈ ഒപ്പിടേണ്ടത് നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറിന് മുന്നിൽ വെച്ചാണ് നമ്മൾ ഈ ഭാഗത്തെ ഫോറം 2A ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടുള്ള ഈ ഭാഗത്ത് സ്ഥാനാർത്ഥിയുടെ ഒപ്പിടേണ്ട ഭാഗത്ത് അത് റിട്ടേണിംഗ് ഓഫീസറിന് മുന്നിൽ വെച്ചാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ഇതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു നോമിനേഷൻ പ്രക്രിയയിലെ നമ്മൾ പ്രധാനപ്പെട്ട സംഗതികൾ. ഒന്ന് ഫോറം 2 നാമനിർദ്ദേശ പത്രിക, ഫോറം 2A അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സപ്പോർട്ടിംഗ് അഫിഡവിറ്റാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ, ഒരു പഞ്ചായത്തിൽ മത്സരിക്കുന്ന വ്യക്തി 2000 രൂപയാണ് കെട്ടിവെക്കുന്ന കാശായിട്ട് കൊടുക്കേണ്ടത്. അത് അക്ഷയ സെൻറ്റർ വഴി നമുക്കത് തീർച്ചയായിട്ടും കെട്ടിവയ്ക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ നമുക്ക് നേരിട്ട് അടയ്ക്കാമായിരുന്നു. ഇന്നിപ്പോൾ അക്ഷയ സെൻറ്റർ വഴിയാണ് നമുക്കത് അടയ്ക്കാനുള്ളത്. അതിനുശേഷം മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ 4000 രൂപ, കോർപ്പറേഷനിലാണെങ്കിൽ 5000 രൂപ, അതാണ് കെട്ടിവയ്ക്കേണ്ട കാശായിട്ടുള്ളത്. ഓരോ സ്ഥാനാർത്ഥിയും ഏറ്റവും കുറഞ്ഞത് 2 സെറ്റ് നോമിനേഷനെങ്കിലും കൊടുക്കേണ്ടതാണ്. നമുക്ക് നോമിനേഷൻ അവിടെ നിന്ന് വേണമെങ്കിലും ഓരോ റിട്ടേണിംഗ് ഓഫീസറുടെ കൈവശം നിന്നും നമുക്ക് കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ നോമിനേഷൻ പേപ്പർ നമ്മൾ ഇലക്ഷൻ സൈറ്റിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. 2 വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഒന്ന് നേരിട്ട് പോയി ROയുടെ മുന്നിൽ നിന്ന് തന്നെ ഓരോ സെറ്റ് നോമിനേഷൻ പേപ്പർ കൈപ്പറ്റുക. അത് 2, 3, 4 സെറ്റ് നോമിനേഷനായിട്ട് നമുക്കത് ഫോട്ടോ കോപ്പി എടുത്ത് ഉപയോഗിക്കാം. അത് 1, 2 പ്രാവശ്യം അത് നമുക്ക് പൂരിപ്പിച്ച് കൃത്യമായിട്ട് നമുക്കത് അതിൽ എല്ലാ സംശയവും നമുക്ക് പല ആവർത്തി വായിച്ച് നമുക്കത് സംശയമെല്ലാം തന്നെ മാറ്റിയതിന് ശേഷം നമുക്ക് പെർഫെക്റ്റായിട്ട് ഒരു 2 സെറ്റ് നോമിനേഷനെങ്കിലും എല്ലാ സ്ഥാനാർത്ഥികളും കൊടുക്കേണ്ടതാണ്. ഫോറം 2A നമുക്ക് കൂടുതൽ സമയമെടുത്ത് കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. അവിടെയാണ് നമ്മുടെ ചലഞ്ച് അടക്കമുള്ള സംഗതികൾ വരേണ്ടത്. അതുകൊണ്ട് എല്ലാവരും 2 സെറ്റ് നോമിനേഷൻ വളരെ സ്വസ്ഥമായിട്ട് വളരെ കൃത്യതയോടുകൂടി പൂരിപ്പിക്കേണ്ടതാണ് എന്ന് നിങ്ങൾ എല്ലാവരോടും തന്നെ അഭ്യർത്ഥിക്കുന്നു.